ഇത്ര സന്തോഷത്തിൽ ഞാൻ നോക്കിയിരിക്കുന്നത് ബിരിയാണിയാണ്. കുറേ നാളുകൊണ്ട് ഇലയിൽ ബിരിയാണി ഉണ്ട്, അത് കഴിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാനായിട്ട് പോയതാണ്. അങ്ങനെ ചെന്നപ്പോഴത്തേന് ഇലയിൽ ബിരിയാണി വന്നു. ബിരിയാണിക്കകത്ത് മുട്ടയുണ്ടല്ലോ, ചിക്കനുണ്ട്, പിന്നെ പപ്പടമുണ്ട്, ബിരിയാണിയുടെ കൂടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. പൊതുവേ ഞാനൊരു ബിരിയാണി ലവർ അല്ല. എനിക്ക് വലിയ താല്പര്യമില്ല. കിട്ടുമ്പോൾ കഴിക്കും, അത്രമാത്രം. മന്തി അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മന്തി എവിടെ പോയാലും മന്തി. കണ്ടോ, മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. ആ മുട്ട കിട്ടിയൊരു സന്തോഷത്തിലാണ് കഴിക്കുന്നത്. പിന്നെ ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടായിരുന്നു, നോർമൽ ചിക്കൻ ഉണ്ടായിരുന്നു. ഈ നോർമൽ ചിക്കൻ ഞാനിങ്ങനെ പൊളിച്ച് കാണിക്കാൻ വേണ്ടി എടുത്താണ്, പക്ഷെ നല്ല ചൂടായിരുന്നു. അത് പളിപ്പോയി. എനിക്കത് ശരിക്കും കാണിക്കാൻ പറ്റില്ല. ആ ഒരു വിഷമം എനിക്കുണ്ട്, കുഴപ്പമില്ല. എന്നാലും ഞാൻ ബിരിയാണി ഫുള്ള് കഴിച്ചു കേട്ടോ. ഈ ലാസ്റ്റിൽ എൻ്റെ ഇല കാണുമ്പോൾ പറയരുത് ബിരിയാണി ഇഷ്ടമല്ലാഞ്ഞിട്ടും കഴിച്ചല്ലോ എന്ന്. നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനം അതെന്തായാലും കഴിച്ച് തീർക്കുക, അതാണ് എൻ്റെ പോളിസി. അതുകൊണ്ട് ഞാൻ കഴിച്ചു. പിന്നെ കൂട്ടത്തിൽ മുട്ടയുള്ളത് മാത്രമാണ് എനിക്കൊരു സന്തോഷം. പിന്നെ എൻ്റെ കൂടെ വന്നവൻ എൻ്റെ മുട്ടയോടുള്ള പ്രേമം കാരണം അവൻ്റെ മുട്ടയും കൂടെ എനിക്ക് തന്നു, അതും ഞാൻ കഴിച്ചു. കണ്ടോ, ചിക്കനകത്ത് മറ്റേ മുളവിൻ്റെ ആ ഒരു സാധനം കണ്ടോ, അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല എരിവുണ്ടായിരുന്നേ. അങ്ങനെ രണ്ടും കൂടെ ഞാൻ കഴിച്ച് തീർത്ത് ലാസ്റ്റ് മുട്ട കഴിക്കാനുള്ള അംഗത്തിലാണ്. പക്ഷേ ഇതെനിക്ക് ഇറങ്ങുമെന്നറിയില്ല. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ബില്ല് വന്നു. ആ ബില്ല് കണ്ടപ്പോൾ തന്നെ പിന്നെ ഒന്നും ബാക്കി വെച്ചില്ല. ചോറും മുട്ടയും അതിൻ്റെ ഒന്നുമില്ലായിരുന്നു, എല്ലാം കഴിച്ച് തീർത്തു. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, പുതിയതായിട്ട് വെച്ചേക്കുന്നുണ്ട്. ഇതെല്ലാം ബിരിയാണിയാണ്. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ 4 മണി പലഹാരങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതിലും 2-3 ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. പക്ഷേ വയറ് ഭയങ്കരമായിട്ട് അങ്ങ് നിറഞ്ഞു. അതുകൊണ്ട് നീ കഴിക്കാൻ പറ്റില്ല, ഇനിയും പോയി കഴിക്കണം. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹംഗ്രി പ്ലേറ്റ്, നമ്മുടെ സൗത്ത് ഷേണായ്സ് തിയേറ്ററില്ലേ, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അടുത്താരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയി കഴിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇലയിലൊക്കെ അല്ലേ.